ഐ ലവ് ഐലക്കാട്. അവസാനം ഹെൽമെറ്റിലും കോട്ടിന്റെ അകത്തും കയറേണ്ടി വന്നു. എടോ, ഈ ആത്മാവ് എന്നൊരു സംഭവം ഇത് ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം കതിർ ചൂടിവരാം പവിഴം പോൽ. നല്ല കിടിലം മഴക്കാറുണ്ട്. നല്ല അടിപൊളി സ്ഥലമാണ്. ഐലക്കാട് ചിറക്കൽ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഇപ്പൊ തന്നെ ഒരുപാട് ആളുകൾ അങ്ങോട്ടൊക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കണ്ണത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ഒരു വഴി. ഈ സൈഡില് കൃഷിയാണ്. തോട് നേരെ കായലിലോട്ട് പോവും. ഇത് വിയ്യം കായലിലോട്ടും പൊന്നാനി കടലിലോട്ടൊക്കെ ആയിട്ട് അങ്ങ് ചേരും എന്നുള്ളതാണ്. ഓക്കെ, നമ്മുടെ വിഷയം ഈ മനോഹരിത മാത്രമല്ല എന്നുള്ളതാണ്. വിഷയം മറ്റൊന്നു കൂടിയാണ്. അതായത് ഈ ആത്മാവുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തല്ലോ. അതിൽ ഒരുപാട് ആളുകൾ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നു, കമന്റ് ഇടുന്നു. ഞാൻ പറഞ്ഞത് നുണയാണെന്നും ഫേക്കാണെന്നും സത്യമാണെന്നും ഞങ്ങൾക്കും അത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ഒരുപാട് ആളുകൾ കമന്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോയിലും പറഞ്ഞൊരു കാര്യമുണ്ട്, എൻ്റെ അനുഭവമാണ്, അത് എൻ്റെത് മാത്രമാണ്. നിങ്ങൾക്ക് അങ്ങനെ അനുഭവം ഉണ്ടെങ്കിലും ഓക്കെ, അല്ലാതെ നിങ്ങളതിനെ വല്ലാണ്ട് അങ്ങ് തലയിൽ കയറ്റി വെക്കണ്ടെന്ന് പറഞ്ഞല്ലോ. ചില ആളുകൾ അങ്ങനെ, അയ്യോ ഒരു പാവം തവള ചത്തെടുക്കുന്നുണ്ടോ. ഈ വൈകുന്നേരം ആയിട്ടോ, ഇരുട്ടുണ്ട്, വല്ല പാമ്പും തേങ്ങയും മാങ്ങൊക്കെ ഉണ്ടാവും അറിയില്ല. ഇറങ്ങുന്ന ടൈമാണ്. ഞാനിതിലൊക്കെയാണ് റീൽ കാസ്റ്റ് ചെയ്യാൻ വരാറ്, മീൻ പിടിക്കാൻ വരാറുണ്ട്. ഇപ്പോൾ കുറേ കാലം നിർത്തി. ഓക്കെ, കുറച്ച് ആളുകൾ വരുന്നുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് ബാക്കി ഞാൻ പറയാം. ആത്മാവേ, കുറേ സബ്സ്ക്രൈബേഴ്സ് ഇവിടെ ഉണ്ട്. ഞായറാഴ്ച അല്ലേ, ഒരുപാട് ആളുകളെ കാണാൻ കഴിഞ്ഞു. ഞാനിവിടെ സ്ഥിരം മീൻ പിടിക്കാൻ നല്ലതാണ്. അങ്ങനെ ആ ടീമിലുള്ള കുറേ ആൾക്കാരെ കണ്ടു എന്നുള്ളതാണ്. ഓക്കെ, പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആത്മാവ് അല്ലേ. എടോ, ഈ ആത്മാവ് എന്നൊരു സംഭവം ഇത് ഭൂമിയിൽ നിന്ന് വിട്ടുപോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ മതങ്ങളും പറയുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ട് ദൈവവിശ്വാസികളാണെന്നുണ്ടെങ്കിൽ ആ വിശ്വാസപ്രകാരം പഠിച്ചു വെക്കുന്ന കുറേ കാര്യങ്ങളില്ലേ, അത് എല്ലാം ഇല്ലാത്തതാണെന്ന് ഏതെങ്കിലും ഒരു വ്യക്തി ഇവിടെ ഇരുന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു മനോവികാരം എന്തായിരിക്കും? പൂർണ്ണമായിട്ടും ഒന്നും ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ദൈവമില്ല എന്ന് വാദിക്കുന്ന ആൾക്ക് ദൈവമില്ല എന്ന് തെളിയിക്കാൻ കഴിയുന്നില്ല, അല്ലേ? ദൈവമുണ്ട് എന്ന് പറയുന്ന ആൾക്കും പൂർണ്ണമായിട്ടും തെളിയിക്കാൻ കഴിയുന്നില്ല. എന്നാൽ നമ്മുടെ എല്ലാവരുടെ ഒരു വിശ്വാസമുണ്ട്. ആ വിശ്വാസങ്ങൾക്കുള്ളിലാണ് നമ്മളിങ്ങനെ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ആത്മാവ് ഇവിടെ ഉണ്ട്, മരിച്ചാൽ അവിടെ നിന്ന് എവിടെയും പോണില്ല. അതുപോലെ ക്രൈസ്തവ വിശ്വാസപ്രകാരം അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ വായിച്ചിട്ടുള്ളത്. അതായത് ഒരൊറ്റ ജീവിതമേ ഉള്ളൂ എന്നാണ് ക്രിസ്തുമത വിശ്വാസപ്രകാരം, അല്ലേ? അപ്പോൾ ഞാൻ കണ്ട കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ലയിച്ചിട്ട് അങ്ങോട്ട് കയറാനൊന്നും ഞാൻ പറയുന്നില്ല. യൂട്യൂബിൽ വെറുതെ ഒന്ന് അടിച്ചു നോക്കിയാൽ ആത്മാവ് എന്ന് മാത്രം അടിച്ചാൽ മതി. ഒരുപാട് ആളുകൾ ഇതിനെ കണ്ടതിനെ കുറിച്ചിട്ടും ഒരുപാട് ഡോക്ടേഴ്സ് ഇതിനെക്കുറിച്ച് വർണ്ണിക്കുന്നതും അല്ലാത്തതായിട്ട് ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിലേക്കൊന്നല്ല ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പെൺകുട്ടിയുടെ ആ ഒരു രൂപം ഞാൻ എൻ്റെ റൂമിൽ കണ്ടു. ചില ആളുകൾ പറയാ മനസ്സിനകത്ത് കിടക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ടാണ് കണ്ടിട്ടുണ്ടാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ആ മനസ്സിനകത്തുള്ള ഒരു സാധനം നിങ്ങൾക്ക് തോന്നിയതാണെന്നുള്ളത്. അങ്ങനെ വിചാരിക്കുന്നവരങ്ങനെ വിചാരിച്ചോട്ടെ. ഞാനത് അപ്പോഴും അത് തന്നെ പറയുന്നത്. എൻ്റെ മനസ്സിനകത്ത് അങ്ങനെ ഒരു ചിന്ത വന്നിട്ടുണ്ടെങ്കിൽ, ഞാൻ അങ്ങനെ ഒരു സംഭവം കണ്ടിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ അത് അന്ധമായിട്ടുള്ളൊരു സാധനം തന്നെയായിട്ട് കിടക്കട്ടെ. പക്ഷേ എനിക്ക് എന്നെ പറ്റിക്കാൻ പറ്റില്ലല്ലോ. ചിലപ്പോൾ 4 ആളെ പറ്റിക്കാൻ പറ്റുന്നത്, എനിക്ക് എന്നെ തന്നെ പറ്റിക്കാൻ പറ്റില്ല. കാരണം ഈ ഉടൽ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. എൻ്റെ തലച്ചോറ് എൻ്റെ കൺട്രോളിലല്ല, നിൻ്റെയും കൺട്രോളിലല്ല. അപ്പോൾ പറയും, ആ വലിയ ഡയലോഗ് അടിക്കാൻ വന്നതാണ്. അതെ, നിൻ്റെ ഹൃദയത്തിനെ കുറച്ച് നേരം നിനക്ക് പിടിച്ചു വെക്കാൻ കഴിയുമോ? ഒന്ന് നിർത്തൂ എന്ന് പറയാൻ പറ്റുമോ? ബ്രീത്ത് ചിലപ്പോൾ ഹോൾഡ് ചെയ്തേക്കാൻ പറ്റും. നിൻ്റെ ഹൃദയമിടിപ്പ്, നിൻ്റെ കണ്ണിലേക്ക് വരുന്ന കരടിനെ നീ പോലും അറിയാതെ നിൻ്റെ തലച്ചോറ് കൺട്രോൾ ചെയ്തിട്ട് മിന്നിക്കുന്നില്ലേ? അത്രേ ഉള്ളൂ. നീ വെറും ആ ഒരു ബോഡി ഇങ്ങനെ പോകുന്നുണ്ട് എന്നല്ലാതെ പൂർണ്ണമായിട്ടും നിന്റെ ഹൃദയത്തെയോ നിന്റെ തലച്ചോറിനെ നിനക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. ഇതൊരു ഭ്രാന്തൻ വാക്കായിട്ട് നിനക്ക് വേണമെങ്കിൽ തോന്നിയേക്കാം. ഹാ, വിമാനല്ല, ഹെലികോപ്റ്റർ കാണിച്ചു തരാം. ഹെലികോപ്റ്റർ പോണേ. അവൻ കഞ്ചാവ് അടിച്ചിട്ടാണ് അല്ലെങ്കിൽ മറ്റുള്ളതിൽ ഉപയോഗിച്ചിട്ടാണ് ഇത് പറയുന്നത് എന്ന് പറയുന്ന ആളുകളുണ്ട്. ജീവിതത്തിൽ ഞാനൊരു ലഹരി ഉപയോഗിച്ചിട്ടില്ല, ഒരു ലഹരി ഉപയോഗിക്കില്ല, അങ്ങനെ ഒരു കാര്യത്തെ ഞാൻ പ്രൊമോട്ടും ചെയ്യില്ല. ഓക്കെ, ഞാൻ കണ്ടു, ഞാൻ പറഞ്ഞു. ഞാൻ ഓരോ തവണയും കാണുമ്പോൾ ഈ റിഫ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയെ മാത്രമല്ല, അതല്ലാതെയും പല ആളുകളെയും കണ്ടിട്ടുണ്ട്.
അതൊക്കെ സ്പോട്ടിൽ ഞാൻ ഉടനെ തന്നെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ അടുത്തുള്ള ആളുകളോടോ പറയാറുണ്ട്. വെറുതെ അങ്ങ് കണ്ടു എന്ന് വിചാരിച്ച് മനസ്സിൽ വെച്ച് നടക്കുന്ന ഒരാളല്ല. കാരണം അത് പുറത്ത് പറയുമ്പോഴാണ് എനിക്ക് അതിനൊരു അപ്പം തന്നെ പറയണം, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അത് മനസ്സിൽ കൊണ്ട് നടക്കുമ്പോൾ ഞാൻ ഭയങ്കര ധൈര്യമുള്ള ഒരാളൊന്നല്ല. കണ്ടു, ശീലിച്ചു, അതുകൊണ്ട് എനിക്ക് ധൈര്യം, അത്രേ ഉള്ളൂ. നിങ്ങളൊക്കെ കാണുകയാണെങ്കിലും വല്ലതും കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പേടിച്ച് പോയെന്നൊക്കെ വരും. ഇനിയിപ്പോൾ ഈ വീഡിയോ രാത്രി കാണുന്ന ആളുകളുണ്ട്, പണ്ടാറക്കാലം സന്ദീപേ ഞങ്ങളെ പേടിപ്പിക്കലടാ എന്നൊക്കെ പറയുന്നവരുണ്ട്. എടോ കമൻറ്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ആ അനുഭവങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. കണ്ടു എന്ന് പറയുന്ന ഒരു കാര്യത്തെക്കുറിച്ചിട്ട്. എല്ലാവർക്കും എല്ലാ കാലത്തും പറ്റിക്കാനൊന്നും പറ്റൂല, നുണയും പറയാൻ പറ്റൂല. സത്യം മാത്രമേ പുറത്തു വരുള്ളൂ. ഒരു ടൈം വരെ നിങ്ങളെ പറ്റിക്കാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ വാക്കുകളിൽ നിന്ന് ഞാൻ ഒരിക്കലും ഒരു പൊടി പിന്നോട്ട് ഇത്രയും നാളിനിടയിൽ പോയിട്ടില്ല. എൻ്റെ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം. ഇപ്പം എനിക്കെതിരെ ഒരു കേസില്ലേ, കേസ് അവിടെ നടക്കുന്നുണ്ട്. ഒരു പൊടിക്ക് പിന്നോട്ട് സന്ദീപ് എടപ്പാൾ മാറൂല. അത് മനസ്സിലാക്കിയാൽ മതി നിങ്ങൾ. ഞാൻ പറഞ്ഞതിൽ എപ്പോഴും ഉറച്ചു നിൽക്കുന്ന വ്യക്തിയാണ്. ഞാൻ പറഞ്ഞത് സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമാണ്. ഇനിയും അത് തന്നെയാണ് തുടരാൻ പോകുന്നത്. ഞാൻ എല്ലാ മതത്തിലും ഒരുപോലെ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാൻ ഹിന്ദുവായി ജനിച്ചതുകൊണ്ട് ഹിന്ദു മതത്തിലുള്ള ദൈവങ്ങളെ മാത്രം ആരാധിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരാളല്ല ഞാൻ. എനിക്ക് യേശു ക്രിസ്തുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹുവിൽ, സർവ്വശക്തനായ അള്ളാഹുവിൽ വിശ്വാസമുണ്ട്. അതേപോലെ തന്നെ പ്രപഞ്ച ശക്തിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, പരമാത്മാവിൽ എനിക്ക് വിശ്വാസമുണ്ട്. ഞാൻ എല്ലാ വിശ്വാസങ്ങളും ഒരുപോലെ കാത്തു സൂക്ഷിക്കുന്ന ആളുകളാണ്. മനുഷ്യന്മാർ വ്യത്യസ്തരാണ്, എല്ലാ മനുഷ്യന്മാരെയും ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അതിനർത്ഥം ചില ദുഷ്ട ശക്തികളെ ഒരിക്കലും ചേർത്ത് വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ അടുത്ത് ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരു പയ്യനെ കുറിച്ചിട്ട് ഒരു മമ്മിജി പറയുന്നൊരു സംഭവമില്ലേ. ഞാനത് റിയാക്ട് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ഞാനായിട്ട് ഇനി ഒരു പ്രൊമോഷൻ ഞാൻ അങ്ങോട്ട് കൊടുക്കുന്നില്ല. കുറേ കാലം മിണ്ടാണ്ടിരിക്കും, അത് കഴിഞ്ഞാൽ വീണ്ടും വരും. ഇതെന്തുവാടെ, കുറേ ആളുകൾ ഒരു ബോധവും ഇല്ലാതെ വീണ്ടും അതെടുത്ത് റിയാക്റ്റും ചെയ്യുന്നത് കാണുന്നുണ്ട് എന്നുള്ളതാണ്. അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക, റീച്ച് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനെ വല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് പറയണം. എൻ്റെ കൈ കടയുന്നു, ഒരു 2 മിനിറ്റ് ഒന്ന് നടന്നിട്ടെടുക്കാം. നല്ല കിടില മഴ. ഇനി ഇവിടെ നിന്ന് എവിടെ എത്തണം നോക്കിയേ, ആ തറ്റത്ത് എത്തണം എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഈ ഒരു ആത്മാവ്, അത് തേങ്ങ മാങ്ങ എന്ന് പറഞ്ഞ സാധനം, അല്ലെങ്കിൽ കൂടോത്ര മന്ത്രവാദം, ഈ ഒരു സാധനം ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയല്ല. അതേപോലെ തന്നെ ഇത് വിറ്റ് കാശാക്കേണ്ട ആവശ്യവും എനിക്കില്ല. നമുക്കുണ്ടായ അനുഭവം അത് തുറന്നു പറയുന്നതിൽ എന്ത് തെറ്റാനുള്ളത്? ഒരുപാട് ആളുകൾ ഇത്തരം പുസ്തകങ്ങൾ പോലും എഴുതിയിട്ടുണ്ട്. എന്തിനു പറഞ്ഞാൽ പാരനോർമൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞ സിനിമകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? പലതും റിയൽ ഇൻസിഡൻറ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ വിശ്വാസം നിങ്ങളെ രക്ഷിക്കട്ടെ, ആ ഒരു കാര്യത്തിൽ ഞാനും ഉറച്ചു നിൽക്കുന്നു. എൻ്റെ വിശ്വാസത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ട്. മരിച്ചു പോയ ഒരാളുടെ ആത്മാവ് ഇവിടുന്ന് എങ്ങോട്ടും പോകണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അത് ഇവിടെ തന്നെ ഉണ്ടാവും. സത്യം പറയാച്ചുണ്ടെങ്കിൽ ഇവരെ എല്ലാവരെയും ഒരുമിച്ച് എനിക്ക് കാണാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അടി മുന്നോട്ട് വെക്കാൻ കഴിയില്ല. അത്രത്തോളം മണൽത്തരിയോളം ആളുകളിവിടെ മരിച്ച് പോയിട്ടുണ്ട് അല്ലേ. നമ്മളിപ്പോൾ ഈ ഒരു നിലയിലൂടെ വന്ന് നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ ബോഡീസിൻ്റെ മുകളിലാണ് ചവിട്ടി നടക്കുന്നത്. അത് മാത്രം നിങ്ങൾ ഓർത്താൽ മതി എന്ന് പറയാനുള്ളൂ. പിന്നെ കിടിലം മഴയാണ്. എന്തായാലും ഞാൻ അവിടെ എത്തുമ്പോൾ ഫുള്ള് നനയും. റിയൽ ഇൻസിഡൻസും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ടൊരു കഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമാ സംവിധായകനാകണം എന്നുള്ളതാണ്. ഷോർട്ട് ഫിലിംസ് ഒക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, ആഡ്, ഇൻ്റർനാഷണൽ ആഡ് പോലും ചെയ്തിട്ടുണ്ട്. ഒക്കെ മൂടി വെച്ച നഗര സത്യങ്ങളാണ്. എന്തായാലും കൂടുതൽ ശക്തമായിട്ട് തന്നെ നമ്മൾ തുടരുക തന്നെ ചെയ്യും. മഴ പോയി, മുടിയുടെ ഉള്ളൊക്കെ ആകെ പോയിട്ടാ. 30-35 വയസ്സ് കഴിഞ്ഞില്ലേ, പിന്നെ മുടിയൊക്കെ കഴിയാതിരിക്കുക. താടിയൊക്കെ ചെറുതായിട്ട് അവിടെ ഒക്കെ നരച്ചിട്ടുണ്ട്. ചില ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഈ പല്ലൊക്കെ ഒന്ന് നേരാക്കി കൂടെ എന്നുള്ളതാണ്. പൈസ ഇല്ലാഞ്ഞിട്ടൊന്നുമല്ല നേരാക്കാത്തത്, ഒരു ഐഡൻറ്റിറ്റി അതവിടെ വെച്ചതാണ്. നിങ്ങൾക്ക് അത്ര വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് പറഞ്ഞാൽ മതി, വേണമൊക്കെ ചെയ്യാം. കാരണം സബ്സ്ക്രൈബേഴ്സിന് ആഗ്രഹമുള്ള രീതിയിൽ ജീവിക്കുക എന്നുള്ളത് കൂടിയും നമ്മുടെ ചെറിയൊരു, പൂർണ്ണമായിട്ടില്ല, ചെറുതായിട്ട് 20% നിങ്ങളെ ഇഷ്ടാനുസരണം മുന്നോട്ട് പോയാലല്ലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പറഞ്ഞെന്നുള്ളൂ. ഒരു മിനിറ്റ്, ഒരു ചേട്ടായി പോണ്ട് സൈക്കിളേറ്റ്. ഇതൊരു ദ്വീപ് പോലെ ഒരു നാട്ടിലേക്കുള്ള വഴിയാണ്. വഴി ഇങ്ങനെ വളഞ്ഞു തിരിഞ്ഞ് അവിടെ ആ ഒരു ദ്വീപിലോട്ട് കയറി ചെല്ലും. അതിമനോഹരമാണ്. ഞാൻ ഹെലി ക്യാം എടുത്തിട്ടില്ല. ഹെലി ക്യാം എടുത്തിരുന്നെങ്കിൽ അതിമനോഹരമായിട്ടുള്ള ഇവിടെ ദൃശ്യങ്ങൾ വേറെ കാണിച്ചേനെ എന്നുള്ളതാണ്. ഈ ഒരു കൈ ചൂണ്ടിയ ഭാഗത്തൊരു ചെറിയ കുഞ്ഞ പള്ളിയുണ്ട്, അടിപൊളിയാണ്. ഒരു വളരെ ചെറിയൊരു പള്ളി. ഇവിടെ ഒരുപാട് ആളുകൾ കാഴ്ച കാണാൻ വരാറുണ്ട്. അപ്പോൾ അവിടെ പോകും. പിന്നെ ഇവിടെ കുറേ ആൾക്കാർ നീന്തി കളിക്കുന്നുണ്ട്. പക്ഷെ അപകടം പിടിച്ച സ്ഥലമാണ്. ഇവിടുന്ന് കുറേ ആൾക്കാർ മരിച്ചിട്ടൊക്കെ ഉണ്ട്. അത്ര ആഴമുണ്ട്. വലിയ തോടാണ്, കാണുന്ന പോലെയല്ല, പക്ഷെ നീളമുള്ള തോടാണ് കേട്ടോ. നിങ്ങൾക്ക് ഇത്തരം പ്രേതാനുഭവങ്ങളോ
ആത്മാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക. പിന്നെ റൂഹിജാനെ ഞാൻ പരിചയപ്പെട്ടതിനെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ വേണമെങ്കിൽ ലിങ്ക് ഇട്ടിട്ടുണ്ട്, നിങ്ങൾ അതൊന്ന് കാണുക. പിന്നെ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ മുന്നേ ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം അപ്പം തന്നെ ഞാൻ അടുത്തുള്ള ആളോട് പറയാറുണ്ട്. കാരണം അത് മനസ്സിൽ കൊണ്ടു നടക്കുമ്പോഴാണ് എനിക്ക് പേടി കൂടുതൽ. അത് തുറന്ന് പറയുമ്പോൾ എനിക്ക് ആ പേടി പതുക്കെ 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 മനസ്സിൽ നിന്ന് അങ്ങ് പോവാറാണ് പതിവ്. അപ്പോൾ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. സുല. അയ്യോ, കുടുങ്ങിപ്പോയി. വീണ്ടും മഴ കൂടി. കിടുന്ന മഴയാണ്. നോക്ക അവിടെ ആകെ ഇരുണ്ട ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. സമയം ഏകദേശം എത്ര 6:24 ആയിട്ടുണ്ട്. പക്ഷെ വെളിച്ചുണ്ടായിരുന്നു. ഇപ്പതാ ഫുള്ള് മയ. എന്റെ പൊന്നു പൊള്ളി. അവസാനം ഹെൽമെറ്റിലും കോട്ടിന്റെ അകത്തും കയറേണ്ടി വന്നു. അപ്പൊ ചായക്കടയിലോട്ട് കമാൺ ഗൈസ്, ചായക്കടയിൽ പോയിട്ട് നമുക്ക് വല്ല ആത്മാക്കളെയും തരയാം. ഒരു സ്ട്രോങ് ചായ വിത്തൗട്ട്. ഒരു സ്ട്രോങ് ചായ അടിക്കാം. അല്ല, മഴയാണ്. മഴയത്ത് സ്ട്രോങ് അടിക്കണം. മധുരം പിന്നെ പണ്ടേ കഴിക്കാറില്ല, വെറുതെ രസത്തിന്. അപ്പൊ ആത്മാക്കളെ തേടിയുള്ള യാത്ര തുടരുന്നതായിരിക്കും. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി വരുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ സുഹൃത്തുക്കളെ, ആ വീഡിയോന്റെ ഇടയിൽ ഈ വീഡിയോ ഒന്ന് കുത്തിക്കയറ്റണേ. ജിമ്മില്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ഒരു ചെറിയൊരു സാധനമാണ്, ചെറിയൊരു സ്ഥലം ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് ജിമ്മില്ലാത്ത സമയത്ത് വന്നിട്ട് വർക്കൗട്ട് ചെയ്യാറ്. പൊള്ളിയാണ്. വെയിറ്റ് അടിച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഇതൊക്കെ ഒരു കാര്യമുള്ള ഒന്നല്ലെങ്കിൽ പോലും അഡ്ജസ്റ്റ് ചെയ്യാടെ. ജിമ്മൊക്കെ ഞായറാഴ്ച ലീവായിരിക്കുമല്ലോ. ആ സമയത്ത് വല്ലാണ്ട് ജിമ്മ് കളിക്കാൻ മുട്ടുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ചെയ്യും. ഈ വീഡിയോ ഞാൻ എവിടെ കുത്തിക്കയറ്റാൻ പറ്റില്ലല്ലോ, അത് കാരണം കുത്തിക്കയറ്റിയതാ. അടിപൊളി. ഇവിടെ നിന്നുണ്ടെങ്കിൽ സൂര്യ അസ്തമയ കുസ്തമയം ഒക്കെ കാണാൻ നല്ല രസമുള്ള സ്ഥലമാണിത്. അവിടെ ഫുള്ള് ഒരു ചെറിയൊരു ഇത് കാണാം. ഞാൻ കാണിച്ചു തരാം, തിരിച്ച് കാണിച്ചു. ഈ കാണുന്നതേ ഒരു ചെറിയ ഒരു ദ്വീപ് പോലെയാണ്. ഇതിലോട്ട് തോണിയിൽ വേണം പോവാൻ. അതിൽ ഫുള്ള് കാക്കകള് അടക്കി വാഴുകയാണ്. ഫുള്ള് കാക്കകളാ. പിന്നെ അതിനുള്ളിൽ കൂടെ അങ്ങോട്ട് ഒരു ചെറിയ ദ്വീപുണ്ട്, അതിന് ആളം ദ്വീപ് എന്ന് പറയാം. ഞാൻ അടുത്ത വീഡിയോയില് എപ്പോഴെങ്കിലൊക്കെ ഉൾപ്പെടുത്താം. ഐ ലവ് ഐലക്കാട്. അയ്യോ, ആ വീഡിയോയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വിട്ടുപോയി. പറയാലേ. മാതളങ്ങൾ തളിർച്ചൂടിയില്ലേ, കതിർപ്പാൽമണികൾ കനമാർന്നതില്ലേ, മതകൂജനമാർന്നിണപ്പാക്കലില്ലേ, പുലർവേളകളിൽ വയലേലകളിൽ കണി കണ്ടുവരാം, കതിർ ചൂടിവരാം, പവിഴം പോൽ പവിഴാതരം പോൽ പനിനീർ പൊന്മുകുളം പോ.